ഇറ്റാലിയൻ ചിത്രകാരനായ കരവാജോയുടെ പ്രസിദ്ധമായ ചിത്രമാണ് തോമസിൻ്റെ സംശയം. ചിത്രത്തിൻ്റെ ഒരു പകുതിയിൽ ഈശോയാണ്, അവിടെ നിറയെ വെളിച്ചമുണ്ട്. മറ്റേ പകുതിയിൽ തോമസും പത്രോസും യോഹന്നാനുമാണ്. അവർ നിൽക്കുന്നിട ഇരുണ്ടതാണ്. 3 ശിഷ്യരുടെയും കണ്ണുകളിൽ ഭയം, നെറ്റിയിൽ സംശയത്തിൻ്റെ ചുളിവുകൾ. ഈശോ തോമസിൻ്റെ കൈപിടിച്ച് തൻ്റെ വിലാപ്പുറത്തെ മുറിവിൽ വയ്ക്കുന്നു. തോമസിൻ്റെ വിരൽ മുറിവിനുള്ളിലാണ്. ഈശോയിലെ വെളിച്ചം മെല്ലെ അവരുടെ മുഖത്തെയും പ്രകാശിപ്പിക്കുന്നു. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് ഈശോ കൈപിടിച്ചു കൊണ്ടുവരുവാണ്. ഒഴിഞ്ഞ കല്ലറയിലേക്ക് അവർ അത്ഭുതത്തോടെ നോക്കിയ അതേ ശരീരഭാഷയിലാണ് ഇവിടെയും കരവാജോ ശിഷ്യരെ വരച്ചിരിക്കുന്നത്. കല്ലറ മരിച്ചവരുടെ ഇടമാണ്, പക്ഷേ അവരവിടെ കേട്ടത് ഉയർപ്പിൻ്റെ വാർത്തയാണ്. ഈ മുറിവും അങ്ങനെ തന്നെയാണ്. ഇത് മരണം ഉറപ്പിക്കാൻ പടയാളികൾ കുത്തിയതാണ്, പക്ഷേ ഇന്നവർക്കത് അവൻ്റെ ഉത്ഥാനം ഉറപ്പിക്കുന്ന മുറിവാണ്. തോമസ് വിശ്വസിച്ചു. കേവലം അവൻ മരണത്തിൽ നിന്ന് ഉയർത്തു എന്നല്ല, ഇതെൻ്റെ കർത്താവും ദൈവവുമാണെന്ന്. കാരണം വാശി പിടിച്ചപ്പോൾ അവൻ ഇറങ്ങി വന്നു, ആ മുറിവിൽ തൊടുവിച്ചു. അവരുടെ ഭയത്തിൻ്റെയും കുറ്റബോധത്തിൻ്റെയും സംശയത്തിൻ്റെയും മുറിവുകൾ സുഖപ്പെടുത്തി. വർഷങ്ങൾക്കിപ്പുറം ഇതേ മുറിപാടുമായി ഈശോ മറ്റൊരു ദർശനം നൽകും. പോളണ്ടിലെ സിസ്റ്റർ ഫൗസ്റ്റീനയ്ക്ക്. കരുണയുടെ ഈശോ, വിലാപ്പുറത്തു നിന്നും പരക്കുന്ന പ്രകാശം. സന്ദേശം ഇതുതന്നെയാണ്: പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഇരുട്ടുകളിലേക്ക് അവൻ കരുണയോടെ ഇറങ്ങി വരും. നിന്നെ കൈപിടിച്ച് വെളിച്ചത്തിലേക്ക് നടത്തും. നിന്റെ മുറിവുകൾ അവൻ സുഖപ്പെടുത്തും.